ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ സോയാബീൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ റെസിപ്പീസും പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സോയാബീൻ മസാല ഒക്കെ ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ചിക്കൻ്റെ ഫ്ലേവറിലോ ബീഫിൻ്റെ ഫ്ലേവറിലോ ഒക്കെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സോയാബീൻ ഇവിടെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് കുക്കായി കിട്ടും. നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി ഉള്ളി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ 2 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സോയാബീൻ ഞാൻ ഓൾറെഡി കുക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് പിഴിഞ്ഞെടുത്താലും മതി. അപ്പോൾ ഉള്ളിയൊക്കെ വഴന്ന് വരുമ്പോഴത്തേന് നമുക്ക് സോയാബീൻ ഞാനിപ്പോൾ ഇവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉള്ളി ഇതാ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് മുളക് പൊടിയും 1/2 സ്പൂണ് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചിക്കൻ മസാലയുടെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ബീഫ് മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ ആ ഒരു ബീഫിൻ്റെ ഫ്ലേവറിലായിരിക്കും സോയാബീൻ വരിക. അപ്പോൾ എനിക്കിവിടെ ചിക്കൻ മസാല ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊരു 1/2 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എരിവിന് വേണമെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ മസാലയുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറുന്ന വരെ എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ സോയാബീൻ വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ല. നിങ്ങൾ ഉപ്പ് ഇടുകയാണെങ്കിൽ അതിൽ കുറച്ചും കൂടെ പിടിച്ച് കിട്ടും. അപ്പോൾ ഉള്ളിക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് 2ലേക്കും കൂടി വേണ്ടിയിട്ടായതുകൊണ്ട് ഇത്ര ഉപ്പ് ചേർത്ത് കൊടുത്ത്. ഇനി ഇതാ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള സോയാബീൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിന് ശേഷം തണുത്ത വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്തതാണ്. ചൂടൊക്കെ പോയതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ മസാലയെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ ഈ എണ്ണയിൽ കിടന്നിട്ട് ഈ സോയാബീൻ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. ഇനി നമുക്കിതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സോയാബീൻ്റെ ഗ്രേവി ആയി. അപ്പോൾ നമ്മൾ ഫ്രൈ ആക്കിയിട്ടാണ് എടുക്കുന്നത്. ചോറിനൊക്കെ നമ്മൾ ചിക്കനോ മീനോ ഒന്നും ഇല്ലാതെ ചോറ് തിന്നാൻ പറ്റാത്തവർക്ക് ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇനി ഇതിലേക്ക് നമ്മളിതാ കുറച്ച് മല്ലിയില മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സോയാബീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ആദ്യം പൊരിച്ചിട്ട് പിന്നെ മസാല റെഡിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നമ്മൾ സോയാബീൻ ഒന്ന് തിളപ്പിച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതാ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറിലാവുമ്പോൾ നമുക്ക് ചിക്കന് കഴിക്കുന്ന ഒരു ഫീലായിരിക്കും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ ചോറിൻ്റെ കൂടെ നമുക്ക് പച്ചക്കറിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ മോൾക്ക് ഫ്രൈ ഐറ്റംസ് എന്തെങ്കിലും ഒന്ന് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സോയാബീൻ ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് അറിയിക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നു വിശ്വസിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം.